പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 22 മുതൽ 29 വരെ വാക്യങ്ങൾ. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെ ആണ് പോയതെന്നും കടലിൻ്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെയില്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. ജീവൻ്റെ അപ്പം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെയെത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധ മോണ്ടെപുൽച്ചിയാനോയിലെ വിശുദ്ധ ആഗ്നസ്. വിശുദ്ധ ആഗ്നസ് 1268 ഇറ്റലിയിലെ മോണ്ടെപുൽച്ചിയാനോയിൽ ജനിച്ചു. ബാല്യകാലം മുതൽ തന്നെ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടു വളർന്ന അവൾ മറ്റു കുട്ടികളെപ്പോലെ സാധാരണ ജീവിതം നയിച്ചില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകസുഖങ്ങളെ വിട്ട് ദൈവത്തിനായി സമർപ്പിക്കണമെന്ന ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ ഉറച്ചു. 9 വയസ്സുള്ളപ്പോൾ തന്നെ അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു. അവിടെ അവളുടെ ജീവിതം പൂർണ്ണമായും പ്രാർത്ഥന, ഉപവാസം, ശാന്തത, ദൈവസന്നിധിയിൽ കഴിയൽ എന്നിവയിൽ കേന്ദ്രീകരിച്ചിരുന്നതായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവളുടെ ആത്മീയതയും വിശുദ്ധിയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. പിന്നീട് 15-ാം വയസ്സിൽ അവൾ പുതിയ ഒരു മഠത്തിൻ്റെ സ്ഥാപകയായും നേതാവായും നിയോഗിക്കപ്പെട്ടു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് ലഭിച്ച ഉത്തരവാദിത്തം വലിയതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അവൾ അതിനെ നന്നായി നിറവേറ്റി. അവളുടെ നേതൃത്വത്തിൽ മഠം ആത്മീയമായി വളർന്നു. അവളുടെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. ചിലപ്പോൾ അവൾ ആഴത്തിലുള്ള പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിലത്തുനിന്ന് ഉയർന്നു നിൽക്കുന്ന അവസ്ഥ കണ്ടതായി സാക്ഷ്യങ്ങൾ പറയുന്നു. ദൈവ സാന്നിധ്യം അവളുടെ ജീവിതത്തിൽ വളരെ ശക്തമായി പ്രകടമായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ പ്രധാന പ്രത്യേകത വിനയം ആയിരുന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിലും അവൾ ഒരിക്കലും ഗർവിച്ചില്ല. ദരിദ്രരെയും രോഗികളെയും സേവിക്കുന്നതിൽ അവൾ പ്രത്യേക ശ്രദ്ധ പുലർത്തി. അവളുടെ സ്നേഹവും കരുണയും അനേകം ആളുകളുടെ ജീവിതം മാറ്റി. ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ അവൾ പല അസുഖങ്ങളും സഹിച്ചു. എന്നാൽ അവൾ ഒരിക്കലും പരാതിപ്പെടാതെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. 1347 ഏപ്രിൽ 20 അവൾ സമാധാനത്തോടെ അന്തരിച്ചു. അവളുടെ വിശുദ്ധ ജീവിതം കാരണം പിന്നീട് അവൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്നും വിശുദ്ധ ആഗ്നസ് വിനയം, വിശ്വാസം, ദൈവസ്നേഹം എന്നിവയുടെ മാതൃകയായി ആരാധിക്കപ്പെടുന്നു. ദൈവത്തോടുള്ള സ്നേഹം പ്രായത്തോടോ സാഹചര്യങ്ങളോടോ ബന്ധപ്പെടുന്നതല്ല. ചെറിയ കാര്യങ്ങളിലും വിശ്വാസത്തോടെ ജീവിച്ചാൽ നമുക്കും വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും.